അപ്പുറത്തെ വീട്ടിലെ ജലജി ഒരു ദിവസം പ്രസവ വേദന കൊണ്ട് പൊളയുവായിരുന്നു. ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ പ്രസവത്തിന് വരുമ്പം പാടുവല്ലയോ? അതല്ല, എന്തുവാ പ്രസവ വേദന എടുത്തിട്ട് കരയുവായിരുന്നു. അപ്പൊ അച്ചായൻ മൈനേന്നൊരു വിളി. ഇതിനിടയ്ക്ക് എവിടെ ഈ മൈന വരുന്നത്? അച്ചായൻ സ്നേഹത്തോടെ എന്നെ മൈനേന്നാ വിളിക്കുന്നേ. ദേഷ്യം വരുമ്പോ എന്താ വിളിക്കുന്നത്? അങ്ങനെ അതുപോലെ എന്തോ വിളിക്കുന്നത്. അപ്പൊ എന്നിട്ട് അച്ചായൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ജലജയം കൊണ്ട് ആശുപത്രി പോയിട്ട് വരാന്ന്. ഞാൻ കുരുവി അതങ്ങ് സമ്മതിച്ചു. കുരുവിയോ? അതെവിടുന്ന കുരുവി വരുന്നത്? അയ്യോ, അത് ഞാനാ കേട്ടോ. അയ്യോ, അത് വെറും കുരുവിയല്ല, തൂക്കണാൻ കുരുവി. അങ്ങനെ ആ മോന്റെ ജനനം ആ കാറിലായിരുന്നു. കാറിലായിരുന്നു. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അമ്മച്ചിമാരൊക്കെ പിള്ളേരൊക്കെ ഇപ്പൊ എവിടാ? അയ്യോ, നമുക്ക് ഒന്നും വേണ്ടാന്നാ തീരുമാനം. അപ്പൊ അമ്മച്ചിക്ക് എത്ര വയസ്സായി? 85. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. ഇത്രത്തോളം നിങ്ങളോട് സംസാരിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാറിനെ റപ്പായച്ചൻ സ്വന്തം ഭാര്യമാരുടെ കൂട്ട് കൊണ്ട് തന്നെയാണ് കൊണ്ട് നടന്നിരുന്നത്. ഇല്ലാത്ത വചനം പറയാതടാ. നീ കണ്ടിട്ടുണ്ടോ റെപ്പാച്ചൻ ഈ കാറിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നത്? ചൂടുവെള്ളം കൊടുക്കാത്തതിന് കാറിനെ എടുത്തിട്ട് ഇരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ട് വന്നിട്ട് കാറിനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ?